ജെഎസ് നേച്ചറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാനായിട്ട് പോകുന്നത് നിത്യവഴുതന കൃഷിയെ കുറിച്ചാണ്. അത്യാവശ്യം പരിചരണമൊന്നും കൂടാതെ തന്നെ തുടക്കക്കാർക്കൊക്കെ നന്നായിട്ട് വിളവെടുക്കാൻ പറ്റുന്ന ഒരു കൃഷിയാണ് നിത്യവഴുതന കൃഷി. അത്യാവശ്യം നല്ല രീതിയിൽ പെട്ടെന്ന് തന്നെ മുളച്ചു കിട്ടും. വിത്ത് പാകി നല്ല വിത്താണ് എന്നുണ്ടെങ്കിൽ 2 ദിവസം കൊണ്ട് തന്നെ അത് മുളച്ചു വരും. വിത്ത് മുളപ്പിക്കാനായിട്ട് നിങ്ങൾക്ക് വിത്ത് ട്രേയോ അല്ലെങ്കിൽ മറ്റ് സൗകര്യങ്ങൾ എന്തെങ്കിലും ഉപയോഗിക്കാം. പെട്ടെന്ന് തന്നെ മുളച്ചു കിട്ടുന്ന വിത്താണ് നിത്യവഴുതനയുടെ വിത്ത്. അപ്പോൾ ഏകദേശം 2 ദിവസം കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മുളച്ചു. വിത്ത് മുളപ്പിക്കാനായിട്ട് ഞാനിവിടെ തിരഞ്ഞെടുത്തിരിക്കുന്നത് ചകിരി കമ്പോസ്റ്റിന്റെ പോട്ട് മിക്സ് ആണ്. എല്ലാ വിത്തും, ചെടിയുടെ വിത്തും അതുപോലെ തന്നെ പച്ചക്കറിയുടെ വിത്തൊക്കെ പെട്ടെന്ന് തന്നെ മുളപ്പിച്ചെടുക്കാനായിട്ട് ഈ ഒരു ചകിരി കമ്പോസ്റ്റ് കൊണ്ട് കഴിയും. നമ്മുടെ വിത്ത് പാകി 2 ദിവസം കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ഈ കാണുന്നത്. 2 ദിവസം ആയപ്പോഴേക്കും ഏകദേശം എല്ലാ വിത്തും തന്നെ മുളച്ചു തുടങ്ങിയിട്ടുണ്ട്. നിത്യവഴുതന വളരെ പെട്ടെന്ന് മുളക്കുന്ന ഒരു വിത്താണ്. ഏകദേശം ഒരു 5-6 ദിവസം കൊണ്ട് തന്നെ അത് വളർത്തി മാറ്റി നടാൻ രൂപത്തിലാവും. എന്ന് വെച്ചാൽ അത് നമുക്ക് വള്ളി പടർന്ന് തുടങ്ങിയിട്ടുണ്ടാവും. ആ ഒരു സമയത്ത് നമുക്ക് മാറ്റി വെച്ചു കൊടുക്കണം. വള്ളി പടർന്നു വരുന്നതിനാൽ ചെറിയ പന്തലോ അല്ലെങ്കിൽ ചെറിയ കയറോ കെട്ടി പടർത്തി വിടേണ്ടതുണ്ട്. കൂടുതലായിട്ടുള്ള പരിചരണങ്ങളോ അടിവളങ്ങളോ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടതില്ല. എങ്കിലും ചാണകപ്പൊടിയോ മറ്റോ കോഴിവളോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് അടിവളം മാറ്റി ഇട്ട് കൊടുക്കാവുന്നതാണ്. അത്യാവശ്യം നല്ല രീതിയിൽ പരിചരിച്ചും നല്ല വെയിൽ കിട്ടുന്ന സ്ഥലമാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നിത്യവഴുതന വിളവെടുക്കാനായിട്ട് പറ്റും. ഞാനിവിടെ ഒരു പന്തൽ രൂപത്തിലും അതുപോലെ തന്നെ നമ്മുടെ ചെമ്പരത്തി ചെടിയിലുമായിട്ട് കയറ്റിവിട്ടതായിരുന്നു ഈ ഒരു നിത്യവഴുതനയുടെ വള്ളികൾ. അത്യാവശ്യം ഈ ഒരു സമയത്ത് മഴയുള്ള സമയമായതുകൊണ്ട് തന്നെ വെയിൽ അത്രയ്ക്ക് ഇല്ലാത്തത് കൊണ്ട് തന്നെ വിളവ് കുറവായിരുന്നു നമുക്ക് കിട്ടുന്നത്. ഇനിയും ഒരുപാട് കാലം ഈ ഒരു നിത്യവഴുതന നിൽക്കും. അപ്പോൾ വേനലാവുന്ന സമയത്ത് അത്യാവശ്യം നല്ല വിളവ് കിട്ടുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നിത്യവഴുതന പൂ വരുന്നതിന് ശേഷം ആ ഒരു ഭാഗത്താണ് നമ്മൾ ഈ നിത്യവഴുതന കായ് ഉണ്ടാവുന്നത്. ഏകദേശം ഒരു സന്ധ്യ സമയത്താണ് ഇതിന്റെ പൂ വിരിയ. അത്യാവശ്യം നല്ല നീല കളറിലായിരിക്കും ഇതിന്റെ പൂ ഉണ്ടാവുക. 6 മാസത്തോളം നമുക്കൊരു നിത്യവഴുതനയിൽ നിന്ന് വിളവെടുക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഈ ഒരു കായ് അതുപോലെ നമുക്ക് മൂപ്പിക്കാൻ വെച്ച് നിർത്തുകയാണെങ്കിൽ ആ ഒരു ഭാഗത്ത് അഗ്രഭാഗത്ത് ഇതിന്റെ വെളുത്ത് കാണുന്ന ഈ ഭാഗത്ത് ഏകദേശം ഒരു 3-4 വിത്താണ് ഇതിന്റെ രൂപപ്പെട്ട് വരിക. ആ ഒരു കറുത്ത് വരുന്ന സമയത്ത് അത് മാറ്റി വീണ്ടും നമുക്ക് ഇതുപോലെ തന്നെ നിത്യവഴുതന ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലൊക്കെ ഷെയർ ചെയ്യാനും മറക്കല്ലേ.